Hello everyone, welcome back to my channel NCRT Malayalam. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? നവംബറിൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം നമ്മൾ സ്കൂൾ ലൈഫ് ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓൾറെഡി ഒരു 2 years എടുത്തോളം സ്കൂൾ ലൈഫ് എല്ലാം മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NCRT ക്ലാസ് 8ലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി അല്ല മെയിൻ റീഡറിലെ ചാപ്റ്റർ 6 ദിസ് ഈസ് ജോഡീസ് ഫോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ കുറച്ച് 1 week ബിഫോർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഇതിൻ്റെ മീനിങ്സൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ കാണുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ്സൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞത് ജോഡീസ് ഫോണിൻ്റെ സമ്മറി ആയിട്ട് പറയാൻ പോവാണ്. അതായത് ജോഡി ഉണ്ടായിരുന്നു. ജോഡിയുടെ അച്ഛന് സുഖമില്ലാതെ കിടപ്പാണ്, കാരണം ഒരു സ്നേക്ക് ബൈറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ബൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അതായത് ഫീമെയിൽ ഡീറിനെ കൊന്നിട്ട് വേണം, അതിൻ്റെ ഒരു അവയവം എടുത്തിട്ട് വേണം നമ്മൾ അച്ഛനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോഡിയുടെ അച്ഛനിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ജോഡിക്കാണെങ്കിൽ ആ ഡോവിൻ്റെ കുട്ടിയായിട്ടുള്ള ഫോൺ അല്ലേ, ഫോൺ എന്ന് വെച്ചാൽ എന്താ, എ ഡീർ അറ്റ് ഇറ്റ്സ് ഏർലി ഏജ് അല്ലേ, ആ ചെറിയ പ്രായമുള്ള ഡീറിനെയാണ് നമ്മൾ, മാൻകുട്ടിയാണ് നമ്മൾ ഫോൺ എന്ന് പറയുന്നത്. ആ ഫോണിനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ടൊരാഗ്രഹം, കാരണം അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അല്ലേ, അതിൻ്റെ ഡോനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഒറ്റയ്ക്കായിരിക്കാം. അപ്പോൾ അത് എത്രത്തോളം ഇനി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് അമ്മേനോട് പെർമിഷൻ എടുത്തിട്ട് ജംഗിളിലേക്ക് പോവുക, അതായത് ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെയുള്ളത് മിൽവീലാണ്. മിൽവീൽ എന്ന് പറയുന്നത് ഡാഡിയുടെ ഫ്രണ്ടാണ് അവൻ്റെ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. Suddenly, Jody was unwilling to have Millville with him. If the phone was dead or could not be found, he could not have his disappointment seen. അപ്പോൾ ജോഡിക്ക് മിൽവീലിനെ കൂടെ കൂട്ടാനൊട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ചിലപ്പോൾ ഫോൺ മരിച്ചെങ്കിലോ അല്ലെങ്കിൽ ചത്തെങ്കിലോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മിൽവീലിൻ്റെ മുഖത്തൊരു ഡിസപ്പോയിൻമെൻറ്റ്, അതായത് നിരാശ ഉണ്ടാവില്ലേ. അപ്പോൾ ജോഡിക്കത് കാണാൻ ആഗ്രഹമില്ല. And if the phone was there, the meeting would be so lovely and so secret that he could not endure to share it. അപ്പോൾ ഇനി ആ ഫോൺ അവിടെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മീറ്റ് ചെയ്യുന്നത് അത്രയ്ക്കും ലവ്ലി ആയിട്ടുള്ളതും അത്രയ്ക്കും ആരും അറിയാത്തൊരു സീക്രട്ട് പോലെ അവനത് അങ്ങനെ ആക്കാനാണ് അവൻ്റെ ആഗ്രഹം. അത് അവന് അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല അല്ലേ. എൻജോയർ എന്ന് വെച്ചാൽ ഹാൻഡിൽ എന്നാണ് മീനിങ് അല്ലേ. He said, "It is not far now, but the scrub is very thick for a horse. I can make it on foot." അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽവീലിൻ്റെ കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന നമ്മുടെ ജോഡി പറയാണ്, ഇനി അധികം ദൂരമൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ക്രബ് എന്ന് വെച്ചാൽ എന്താ, ചെറിയൊരു പ്ലാന്റ്, സ്മോൾ ഫോമിനെയാണ്, ചെറിയ ഫോം ഓഫ് പ്ലാന്റിനെയാണ് നമ്മൾ സ്ക്രബ് എന്ന് പറയുക. അത് ഇപ്പം ഇങ്ങനെ പോകുന്ന അധികം ദൂരമൊന്നുമല്ല നമ്മുടെ ഫോണുള്ളത്. ഈ സ്ക്രബ് ഭയങ്കര തിക്കാണ്, ഒരു ഹോഴ്സിന് അതിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നടന്ന് പോകാൻ പറ്റുമെന്ന് നമ്മുടെ ജോഡി പറയാണ്. ബട്ട് ഐ എം അഫ്രൈഡ് ടു ലീവ് യു ബോയ്. സപ്പോസ് യു ഗോട്ട് ലോസ്റ്റ് ഓർ ഗോട്ട് ബിറ്റൻ ബൈ ദ സ്നേക്ക് ടു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട് മോനെ, കാരണം എന്ന് വെച്ചാൽ നീ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ, നിന്നെ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിന്നെ വല്ല പാമ്പും കൊത്തുകയോ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. I will take care. It might take a long time to find the phone. If he is wanted, leave me off right here. അത് ഞാൻ ശ്രദ്ധിച്ചോളാം, പാമ്പൊന്നും കടിയേക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ നമ്മുടെ ഫോൺ ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിലോ, അതായത് വാണ്ടർ ചെയ്ത് നടക്കുകയാണെങ്കിലോ, ലീവ് മീ ഓഫ് റൈറ്റ് ഹിയർ, എന്നെ ഇവിടെ വിട്ടോളൂ എന്ന് പറയാണ് മിൽവീലിൻ്റെ അടുത്ത്. All right, but you take it easy now. You know north here and east. Okay. All right എന്ന് വെച്ചാൽ ഓക്കെ, ബട്ട് നീ അത് ഈസി ആയിട്ട് നീ അത് ചെയ്യണം. യു നോ നോർത്ത് ഹിയർ ആൻഡ് ഈസ്റ്റിലെ, ഇവിടുന്ന് നോർത്ത് ഏതാനും ഈസ്റ്റ് ഏതാന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാകും. There and there that tall pine makes a bearing. അതായത് അവിടെ എവിടെയോ ഒരു വലിയൊരു ടോൾ പൈൻ ട്രീ ഇല്ലേ, പൈൻ ട്രീ മേക്സ് എ ബിയറിംഗ് എന്ന് വെച്ചാൽ പൈൻ ട്രീ നിങ്ങൾക്കൊരു ഡിറക്ഷൻ കാണിച്ചിടും. അതായത് പൈൻ ട്രീ ഒരു കോമ്പസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അത് നിനക്ക് ഡിറക്ഷൻ കാണിച്ചു തരുമെന്ന് പറയാണ്. സോ ലോങ് മിൽവീൽ, ഐ എം ഒബ്ലീജ്ഡ്. അപ്പോൾ അത്രത്തോളം ദൂരം. അപ്പോൾ മിൽവീൽ, അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനതിൽ സന്തോഷവാനാണ്.
He waited for the sound of the hooves to end when cut to the right. ദെൻ കട്ട് ടു ദ റൈറ്റ്. അതായത് ഹൂഫ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കുതിരയുടെ കുളമ്പിനെയാണ് നമ്മൾ ഹൂഫ്സ് എന്ന് പറയുക അല്ലേ. കുതിരയുടെ ഹോൺ, അതായത് കാലിലുള്ള കുളമ്പിനെയാണ് ഹൂഫ്സ് എന്ന് പറയാം. അപ്പോൾ ഹൂഫ്സിൻ്റെ അതായത് മിൽവീൽ തിരിച്ചു പോയി. അപ്പോൾ മിൽവീലിൻ്റെ ഹൂഫ്സിൻ്റെ സൗണ്ട്, അതായത് ആ ഒരു ഹോണിൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ജോഡി റൈറ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു. ദ സ്ക്രബ് വാസ് സ്റ്റിൽ. സ്ക്രബ് അതുപോലെ തന്നെ ഉണ്ട് അല്ലേ. Only his own crackling of twigs sounded across the silence. അപ്പോൾ അവൻ്റെ ഈ ക്രാക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ക്രാക്ലിംഗ് എന്ന് വെച്ചാൽ ഷാർപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഡീപ്പ് സൗണ്ട് ഓഫ് ദി ട്വിഗ്സ്. ട്വിഗ്സ് എന്ന് പറയുമ്പോൾ ചുള്ളിക്കമ്പിൻ്റെ സൗണ്ട് മാത്രമേ ആ ഒരു സൈലൻസിന് അവന് കേൾക്കാണ്ടായിരുന്നുള്ളൂ. He wondered for an instant if he had mistaken his direction. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് അന്തം വിട്ടു. കാരണം അവനിനിപ്പോൾ ഈ ഒരു ഡിറക്ഷൻ തെറ്റിപ്പോയാലോ. Then a buzzard rose in front of him and flapped into the air. അപ്പോൾ അതിനുശേഷം ഒരു ബസാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ വൾച്ചർ പോലത്തെ, അതായത് കഴുകൻ പോലത്തെ ഇങ്ങനെ വലിയ വെള്ള പരുന്ത് പോലത്തെ ഒരു മൃഗമാണ് ബസാർഡ്. അപ്പോൾ ആ ബസാർഡ് അവൻ്റെ മുന്നിൽ വരികയും അതിൻ്റെ ചിറകുകൾ ഫ്ലാപ്ഡ് അല്ലേ. ഫ്ലാപ്ഡ് വെച്ചാൽ ഫ്ലട്ടർ ചെയ്യുക, ചിറകടിക്കുന്നതിനാണ് ഫ്ലട്ടർ ചെയ്യുക അല്ലെങ്കിൽ ഫ്ലാപ്പ് ചെയ്യുക എന്ന് പറയാം. അതിങ്ങനെ അടിക്കാൻ തുടങ്ങി. ഹി കെയിം ഇൻ ടു ദ ക്ലിയറിംഗ് അണ്ടർ ദ ഓക്സ് അല്ലേ. ഓക്സിൻ്റെ അടിയിലുള്ള ക്ലിയറിംഗ്, അതായത് ഒഴിഞ്ഞ സ്ഥലത്ത് അവന് അവിടേക്ക് എത്തി. Buzzards each sat in a circle around the carcass of the doe. അപ്പോൾ ബസാർഡ്സ്, അതായത് ഈ വൾച്ചർ പോലത്തെ വെള്ളപ്പരുന്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഡോവിൻ്റെ കാർക്കസ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഡെഡ് ബോഡി, അതായത് അതിൻ്റെ ശവത്തിൻ്റെ ആ ഒരു അതിൻ്റെ ചത്ത ബോഡീൻ്റെ ചുറ്റും സർക്കിളിൽ ഇരുന്നിട്ട് അതിങ്ങനെ കഴിക്കുകയാണ്. ബസാർഡ്സ് ഇങ്ങനെ അതിൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. They turned their head on their long scrawny necks and hissed at him. അവരെന്ത് ചെയ്യുന്നുണ്ട്, അതായത് ബസാർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ തിരിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള, അതായത് സ്ക്രോണി എന്ന് വെച്ചാൽ തിന്നായിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള കഴുത്തൊക്കെ വെച്ചിട്ട് തിരിഞ്ഞിട്ട് അതെന്ത് ചെയ്തു, ഹിസ്റ്റ് അറ്റ് ഹിം. ഹിസ്റ്റ് മീൻസ് അത് ഇങ്ങനെ ചീറ്റാൻ തുടങ്ങി, അതായത് നല്ലൊരു സൗണ്ട് പോലെ ചീറ്റാൻ തുടങ്ങി. ഹി ത്രൂ ഹിസ് ബോ അറ്റ് ദം. ബോ എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയൊരു വടിയാണ്, വലിയൊരു ലോങ് സ്റ്റിക്കിനെയാണ് ബോ എന്ന് പറയുന്നത്. ആ ബോ എന്ത് ചെയ്തു, അവരുടെ മേലിലേക്ക് അവർ എറിഞ്ഞു. ആൻഡ് ദേ ഫ്ലൂ ഇൻ ടു ദ അഡ്ജസൻറ്റ് ട്രീ. അപ്പോൾ അവരെന്ത് ചെയ്തു, ബസാർഡ്സ് എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള ട്രീയിലേക്ക് പറന്നുപോയി. ദ സാൻഡ് ഷോഡ് ലാർജ് cat prints, but the big cat killed the fresh and they had left the door to the carrion birds. അപ്പോൾ സാൻഡ്, അതായത് മണൽത്തരികളാണ് അവർക്ക് അതിൻ്റെ മുകളിൽ കൂടെ ക്യാറ്റിൻ്റെ പ്രിൻസുകളുണ്ട് അല്ലേ, ക്യാറ്റിൻ്റെ കാൽപാദത്തിൻ്റെ പ്രിൻറ്റുകളുണ്ട്. പക്ഷേ വലിയ വലിയ ക്യാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിൽഡ് ഫ്രഷ് ആൻഡ് ദേ ഹാഡ് ലെഫ്റ്റ് ദ ഡോർ ടു ദ കാരിയൻ ബേർഡ്സ്. അപ്പോൾ അവർ ഈ വലിയ വലിയ ക്യാറ്റ്സ് ഇത് കഴിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡോവിൻ്റെ ബാക്കി പാർട്സ് കാരിയൻ ബേർഡ്സ്, അതായത് വലിയ വലിയ പക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്. വൾച്ചർ, ബസാർഡ് പോലത്തെ നമ്മുടെ പക്ഷികളെയാണ് കാരിയൻ ബേർഡ്സ് എന്ന് പറയാം. He parted the grass at the place where he had seen the fawn. അപ്പോൾ ഈ ഫോണിനെ ആദ്യം കണ്ട ആ സ്ഥലത്ത് അവൻ എന്ത് ചെയ്തു, അവിടുത്തെ പുല്ലുകൾ അവൻ പാർട്ട് ചെയ്തു, അതായത് ഒരു സ്ഥലത്തേക്ക് നീക്കി പുഷ് ചെയ്തു. It did not seem possible that it was only yesterday. അതായത് അത് ഇന്നലെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നില്ല അന്ന് ആ സമയത്ത്. ദ ഫോൺ വാസ് നോട്ട് ദർ, ബിക്കോസ് ആ ഫോൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഹി സർക്കിൾഡ് ദ ക്ലിയറിംഗ്. അവിടുത്തെ ആ ഭാഗം മൊത്തം അവൻ എന്ത് ചെയ്തു, നോക്കി. ദർ വാസ് നോ സൗണ്ട്, നോ സൈൻ. അവിടെ ഒച്ചയും ഒരു സൈനോ അല്ലെങ്കിൽ ഒരു ഒച്ചയോ ഒന്നുമില്ല. ദി ബസാർഡ്സ് ക്ലാക്ഡ് ദെയർ വിങ്സ് ഇംപേഷ്യൻറ്റ് ടു റിട്ടേൺ ടു ദെയർ ബിസിനസ്. ബസാർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വിങ്സ് അവർ ക്ലാക്ക് ചെയ്യാൻ തുടങ്ങുക, അത് വെച്ചിട്ട് വലിയ വലിയ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുക, ഷാർപ്പ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു, കാരണം അവർക്ക് ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല, അവരുടെ ബിസിനസ്സിലേക്ക് അവർക്ക് വേഗം പോകണം. അവരുടെ ബിസിനസ് എന്താണ്, ഇങ്ങനെ ചത്തുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ തിന്നുക എന്നാണ് അവരുടെ ബിസിനസ്. ഹി റിട്ടേൺ ടു ദ സ്പോട്ട് വേർ ദ ഫോൺ ഹാഡ് എമേർജ്ഡ് ആൻഡ് ഡ്രോപ്ഡ് ഓൺ ഓൾ ഫോഴ്സ് സ്റ്റഡിയിങ് ദ സാൻഡ് ഫോർ ദ സ്മോൾ ഹൂഫ് പ്രിൻറ്റ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ഫോണിനെ കണ്ട ആ സ്ഥലത്ത് നോക്കി, എന്നിട്ട് അവിടുത്തെ സാൻഡ് പ്രിൻസൊക്കെ അവൻ ഇങ്ങനെ അതിൻ്റെ ഹൂഫ് പ്രിൻസൊക്കെ അവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ദ നൈറ്റ് റെയിൻ ഹാഡ് വാഷ്ഡ് അവേ ഓൾ ദ ട്രാക്സ് എക്സെപ്റ്റ് ദോസ് ഓഫ് കാറ്റ്സ് ആൻഡ് ബസാർഡ്സ്. കാറ്റിൻ്റെയും ബസാർഡ്സിൻ്റെയും പ്രിൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രിൻറ്റും ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പോയിട്ടുണ്ടായിരുന്നു, വാഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു.
Movement directly in front of him startled him so that he tumbled backward. അപ്പോൾ അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊന്ന് സ്റ്റാർട്ടിൽഡായി അല്ലേ, അവനൊന്ന് ഷോക്കായി പോയി, കുറച്ച് നേരം ഒന്ന് പേടിച്ച് വരച്ചു പോയി. എന്നിട്ട് ഹി ടംബിൾഡ് ബാക്ക് എന്ന് വെച്ചാൽ അവന് പുറകേക്ക് വീഴാൻ പോയി. ടംബിൾഡ് മീൻസ് ടംബിൾഡ് എന്ന് വെച്ചാൽ നിലം പതിക്കാൻ നോക്കുക, എന്ത് ബാക്കിലോട്ട് നിലം പതിക്കാൻ നോക്കി. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ് ടു ഹെസ്. ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫേസ് അവനിലേക്ക് ഇങ്ങനെ തിരിച്ചു. ഇറ്റ് ടേൺഡ് ഇറ്റ്സ് ഹെഡ് വിത്ത് എ വൈഡ് വണ്ടറിങ് മോഷൻ ആൻഡ് ഷുക്ക് ഹിം ത്രൂ വിത്ത് ദ സ്റ്റെയർ ഓഫ് ഇറ്റ്സ് ലിക്വിഡ് ഐസ്. അതെന്ത് ചെയ്തു, അത് അതിൻ്റെ തല തിരിച്ചിട്ട് നമ്മുടെ ജോഡിയെ കണ്ടിട്ട് അത് അതിൻ്റെ ലിക്വിഡ് ഐസ് കൊണ്ട് അതിങ്ങനെ സ്റ്റെയർ ചെയ്ത് നിൽക്കുക എന്ന് വെച്ചാൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇറ്റ് വാസ് ക്യുവറിങ് എന്ന് വെച്ചാൽ അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മെയ്ഡ് നോ എഫേർട്ട് ടു റൈസ് ഓർ റൺ. അതിങ്ങനെ അതിങ്ങനെ അനങ്ങാതെ നിൽക്കണം, അതായത് അത് ഓടാനോ അല്ലെങ്കിൽ അതിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അത് മുതിർന്നില്ല. ജോഡി കുഡ് നോട്ട് ട്രസ്റ്റ് ഹിംസെൽഫ് ടു മൂവ്. പക്ഷെ അവന് അങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഹി വിസ്പേർഡ് ഇറ്റ്സ് മീ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അതിൻ്റെ ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്തു, മെല്ലെ പതുക്കെ പറഞ്ഞു ഇറ്റ്സ് മീ, ഇത് ഞാനാണ്. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് നോസ് സെൻഡിങ് ഹിം. അങ്ങനെ ഫോൺ എന്ത് ചെയ്തു, അതിൻ്റെ മൂക്കെടുത്തിട്ട് ഇങ്ങനെ അതിനങ്ങനെ അവനങ്ങനെ മണത്ത് നോക്കി. ഹി റീച്ച്ഡ് ഔട്ട് വൺ ഹാൻഡ് ആൻഡ് ലെയ്ഡ് ഇറ്റ് ഓൺ ദ സോഫ്റ്റ് നെക്ക്. അതിനെ എന്ത് ചെയ്തു, ഒരു കൈ പിടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചു. അതായത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചു. ദ ടച്ച് മെയ്ഡ് ഹിം ഡെലീരിയസ്. ആ ഒരു ടച്ച്, അതായത് അതിൻ്റെ സോഫ്റ്റ് നെക്കിൻ്റെ അവിടെ പിടിച്ചപ്പോൾ ആ ടച്ച് നമ്മുടെ ഫോണിന് അത് ഡെലീരിയസ് ആയി ഫീൽ ചെയ്തു, അതായത് അത് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഹി മൂവ്ഡ് ഫോർവേഡ് ഓൺ ഓൾ ഫോഴ്സ് അൺടിൽ ഹി വാസ് ക്ലോസ് ബിസൈഡ് ഇറ്റ്. അതെന്ത് ചെയ്തു, ഇങ്ങനെ 4 കാലിൽ ഇങ്ങനെ വന്നിട്ട് അത് അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഹി പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ഹിസ് ബോഡി. അതിൻ്റെ നമ്മൾ ജോഡി എന്ത് ചെയ്തു, അതിൻ്റെ ബോഡിയിൽ 2 കൈയും ഇങ്ങനെ ഇട്ട്, അതായത് 2 ആംസും പ്ലേസ് ചെയ്തു. എ ലൈറ്റ് കൺവൾഷൻ പാസ്ഡ് ഓവർ ഇറ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റിർ. ചെറിയൊരു കൺവൾഷൻ, അതായത് ചെറിയൊരു വിറയ്ക്കല്ലേ, ഒരു ഷിവറിങ് അതിൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്തില്ല, അത് പ്രത്യേകിച്ചൊന്നും അനങ്ങിയില്ല. ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റിർ എന്ന് വെച്ചാൽ അത് അനങ്ങിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഫ്രൈറ്റൻഡ്, ഇറ്റ് വാസ് സോ കംഫർട്ടഡ് അല്ലേ. അതിന് നല്ല ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, കാരണം അതധികം പേടിച്ചില്ല. ജോഡി എന്ന് പറയുന്നത് നമ്മുടെ ഡിയറിന് ഒരു സ്ട്രേഞ്ചറാണല്ലേ. ഹി സ്ട്രോക്ക്ഡ് ഇറ്റ് സൈഡ്സ് ആസ് ജെൻലി ആസ് ദോ ദ ഫോൺ വേർ എ ചൈന ഡിയർ. ഒരു ചൈന ഡിയറിനെ പോലെ അതെന്ത് ചെയ്തു, അതായത് ഒരു ചൈന ഡിയർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്രജൈലാണല്ലേ, കുറച്ചുകൂടെ വീക്കാണ്. അപ്പോൾ അതിനെ തലോടുന്ന പോലെ ജെൻലി അതിങ്ങനെ സ്ട്രോക്ക് ചെയ്തു, ജെൻലി ഇങ്ങനെ തലോടി. ഇറ്റ് സ്കിൻ വാസ് വെരി സോഫ്റ്റ്. അതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് സ്ലീക്ക് അല്ലേ, അതായത് അത് സ്മൂത്തും ആയിരുന്നു, ഷൈനി ആയിരുന്നു. ആൻഡ് ക്ലീൻ ആൻഡ് ഹാഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് ഗ്രാസ്. അത് നല്ല ക്ലീൻ ആയിരുന്നു. അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ പുല്ലിൻ്റെ ഒരു മണമായിരുന്നു, പുല്ലിൻ്റെ ഒരു സെൻറ്റായിരുന്നു. ഹി റോസ് സ്ലോലി ആൻഡ് ലിഫ്റ്റഡ് ദ ഫോൺ ഫ്രം ദ ഗ്രൗണ്ട്. അത് മെല്ലെ അതിനെ പിടിച്ചിട്ട് അതെടുത്തു, ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു. ഇറ്റ്സ് ലെഗ് ഹങ് ലിംപ്ലി. അതിൻ്റെ കാലുകൾ ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ താഴേക്ക് ആയിക്കൊണ്ടിരിക്കുക, അതായത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ, അതായത് എടുക്കുമ്പോൾ അതിൻ്റെ കാലുകൾ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും. കാലുകൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചുമ്മാ അലസമായിട്ടിട്ടൊരവസ്ഥയാണ് അല്ലേ. They were surprisingly long and he had to hoist the phone as high as possible under his arm. അതിൻ്റെ കാലുകളൊക്കെ വളരെ നീളമുള്ളതായതുകൊണ്ട് തന്നെ അത് ജോഡിക്ക് കുറച്ചും കൂടെ ഉയർത്തി പിടിക്കേണ്ടി വന്നു. അതിനെ ആംസിൽ നല്ല രീതിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ജോഡി സ്മോളാണ് അല്ലേ, പക്ഷെ നമ്മൾ ഡിയറിൻ്റെ കാലുകളാണെങ്കിൽ കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ ഡിയറിനെ ജോഡി ഇപ്പോൾ ഹാങ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ. ഇനി ജോഡി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക, വീട്ടിൽ ആൾക്കാർ എന്തൊക്കെ പറയുക, അതുപോലെ തന്നെ വീട്ടിൽ അവൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിയറിനെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.